ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും നമസ്കാരം. ആ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. തണുത്തിട്ട് വയ്യോ കേട്ടോ. ഇന്ന് സ്നോയിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പക്ഷേ നിങ്ങളെ അത് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഒരുങ്ങി. പക്ഷേ ഉണ്ടല്ലോ, ആ, മഴയും കൂടെ ഉണ്ടായിരുന്നു കാരണം സ്നോ അത്ര ഭയങ്കരമായിട്ട് നന്നായിട്ട് വെളിയിൽ നിന്ന് ഇങ്ങനെ വീഴുന്നുണ്ട്. പക്ഷേ താഴെ വരുമ്പോഴേക്കും വെള്ളമായി പോവുക, മഴ ഉണ്ടായിരുന്നതുകൊണ്ട്. നല്ല രസമായിരുന്നു. ഇനിയിപ്പോൾ സ്നോയിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാം കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം ഞാൻ ഇന്ന് ഇപ്പോൾ കടയിൽ പോയിട്ട് ഷോപ്പിങ്ങിന് ഒന്ന് പുറത്തോട്ട് പോയിട്ട് വന്നതാണ്. അപ്പം ഭയങ്കരമായിട്ട് തണുക്കുന്നു. അകത്തോട്ട് കയറിയിട്ട് അകത്ത് ഹീറ്റിംഗ് ഒക്കെ ഉണ്ടോ കുഴപ്പമില്ല. പക്ഷേ പുറത്തുനിന്ന് വന്നതിൻ്റെ ആ ഒരു ഇത്. അപ്പം ഞാൻ ഇന്ന് ചോറ് കഴിക്കണം. ഇനി ഇത് വെച്ചിട്ട് വേണം കേട്ടോ. ഈ എന്താണ് ചൈനീസ് പൊട്ടാറ്റോ, നമ്മുടെ കൂർക്ക, അത് പെരളം വെക്കാൻ പോവാ ഞാൻ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കണം. ഞാനിതൊന്ന് പൊട്ടിച്ച്, ഇത് ഫ്രോസണാണേ. ഇത് കഴുകി എടുത്തില്ലെങ്കിലേ കഴുകാത്തൊക്കെ അവർ ഫ്രീസ് ചെയ്ത് വെക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് അപ്പോൾ സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഫ്രോസൺ തേങ്ങയുണ്ട്, തേങ്ങക്കൊത്ത്, അതൊക്കെ ഇട്ട് നമുക്കൊന്ന് പെരളൻ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ പാനൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇന്ന് വെളിച്ചെണ്ണയിൽ ഇതുണ്ടാക്കാം. നമ്മുടെ നാടൻ സാധനങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴല്ലേ അതിനൊരു ടേസ്റ്റ് കൂടുതൽ. ഉറഞ്ഞിരിക്കും കേട്ടോ, തണുപ്പ് കാരണം ഈ വെളിച്ചെണ്ണയൊക്കെ ഭയങ്കര കട്ടിയായിട്ടിരിക്കുക. ഓക്കെ, നമുക്ക് സവോളയൊക്കെ അങ്ങോട്ട് ഇടാം. അല്ല, ഒരു മിനിറ്റ്, ഇതൊന്ന് ചൂടാകട്ടെ. അപ്പോൾ കടുകൊക്കെ പൊട്ടി. ഇനി നമുക്ക് ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, കറിവേപ്പില എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ടിടാം. പക്ഷെ തേങ്ങ ആദ്യം ഇടണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ മറന്നുപോയി കേട്ടോ. തേങ്ങയും കൂടെ ഇടാവേ. ഫ്രോസൺ തേങ്ങയാണ്. തേങ്ങയും, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, സവാള വഴുന്നായിരുന്നു കേട്ടോ, ഗരം മസാല, ഇച്ചിരി കുരുമുളക് പൊടി എല്ലാം കൂടെ ഇട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പൊട്ടറ്റോ, ഇത് എന്താണ്, കൂർക്ക കുക്ക്ഡാണ് കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. ഇനിയിപ്പം കുറച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കൂർക്ക മെഴുക്കുവരട്ടി റെഡിയായി. മെഴുക്കുവരട്ടിയല്ല, എന്താണ്, പെരള.